വാർത്തകളിലേക്ക് വിശദമായി. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളിന് ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ 8 തവണ പേരറിവാളിന് പരോൾ അനുവദിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ എതിർത്തുവെങ്കിലും ജസ്റ്റിസ് L. നാഗേശ്വര റാവു, ജസ്റ്റിസ് BR ഗവായ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. എല്ലാ മാസവും ജോലാർപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന വ്യവസ്ഥകളോടുകൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. പേരറിവാളിന്റെ വധശിക്ഷ സുപ്രീം കോടതി 2014 ജീവപര്യന്തമായി ഇളവ് ചെയ്തിരുന്നു. 1991 ജൂൺ 11 രാജീവ് ഗാന്ധി വധക്കേസിൽ പേരറിവാളൻ അറസ്റ്റിലായത്. 26 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2017 ഓഗസ്റ്റ് 24 ആദ്യമായി പേരറിവാളിന് ജാമ്യം ലഭിച്ചത്. പിന്നീട് അച്ഛന്റെ അസുഖവും അതിനിടെ സഹോദരി പുത്രിയുടെ വിവാഹവും ഒപ്പം വൃക്കരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും 8 തവണ ഇതിനു മുമ്പ് ജാമ്യം ലഭിച്ചിരുന്നു. വിചാരണ കോടതിക്ക് ജാമ്യ വ്യവസ്ഥകൾ തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? നിലവിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ ജാമ്യ വ്യവസ്ഥയെ എതിർക്കുന്ന സമീപനമാണ് ഉണ്ടായത്. എന്നാൽ അതിനെ തള്ളിക്കളയുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതോടൊപ്പം തന്നെ ജാമ്യവ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വിചാരണ കോടതിക്ക് തീരുമാനം എടുക്കാമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷന് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുമോ, എത്ര ദിവസത്തെ പരോൾ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആയിരിക്കും ഇനി വിചാരണ കോടതി കൃത്യമായ ഒരു തീരുമാനം എടുക്കുക. എന്തായാലും രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയായ ശേഷം 32 വർഷത്തോളമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അതിനിടയിൽ നല്ല നടപ്പ് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്ക് പോവുകയോ തടവ് പാർപ്പിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത്. ശരി, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധത്തിനയവ് ഓപ്പറേഷൻ ഗംഗ പൂർത്തിയാകുന്നു. യുക്രൈൻ ഒഴിപ്പിക്കൽ ദൌത്യം വിജയകരമായ പര്യവസാനത്തിലേക്കെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. സുമിയിൽ ഇനി ഇന്ത്യക്കാർ ശേഷിക്കുന്നതായി അറിയില്ല. സുമിയിലെ ഒഴിപ്പിക്കൽ സമ്മർദ്ദം നിറഞ്ഞതായിരുന്നു. വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾക്കകം മുഴുവൻ കുട്ടികളും തീവണ്ടിയിൽ ലവീവിലെത്തും. അതിനുശേഷം അതിർത്തി കടന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവര് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വിദേശകാര്യ മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത്. യുദ്ധഭൂമിയിൽ നമ്മുടെ കുട്ടികൾ കുറെ കഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകിയത്. യുക്രൈനിലെ സുമിയിൽ നിന്നുമുള്ള 694 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ന് അർദ്ധരാത്രിയോടെ പോളണ്ട് അതിർത്തിയിലെത്തും. പോൾട്ടോവിയയിലെത്തിയ വിദ്യാർത്ഥികൾ ലവീവ് വഴിയാണ് അതിർത്തിയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 പോൾട്ടോവ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷമാണ് വിദ്യാർത്ഥികൾ ലീവിലേക്ക് പുറപ്പെട്ടത്. മാനുഷിക ഇടനാഴിയിലൂടെയുള്ള ആദ്യ സുരക്ഷിത ഒഴിപ്പിക്കലാണ് ഇന്ത്യ നടത്തിയത്. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി അതിർത്തി കടത്താനാണ് ശ്രമം. സുമിയിൽ കുടുങ്ങിക്കിടന്ന 694 വിദ്യാർത്ഥികളെയും ഇന്ത്യൻ ദേശീയ പതാക പതിച്ച ബസ്സുകളിലാണ് പോൾട്ടോവയിൽ എത്തിച്ചത്. റെഡ് ക്രോസിന്റെയും ഇന്ത്യൻ എംബസിയുടെയും വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര. സംഘത്തിൽ 200ഓളം മലയാളി വിദ്യാർത്ഥികളുമുണ്ട്. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ടുണീഷ്യ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളും സംഘത്തിലുണ്ട്. സുമിയിൽ നിന്നുള്ള സംഘത്തെ കൂടി നാട്ടിൽ എത്തിക്കുന്നതോടെ ഓപ്പറേഷൻ ഗംഗ പൂർത്തിയാകും. അതേസമയം ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് ട്രെയിനോ മറ്റു മാർഗങ്ങളോ ഉപയോഗിക്കണം. സുരക്ഷിതമായി മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. ആരെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒഴിപ്പിക്കാൻ സൗകര്യമൊരുക്കുമെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. യുദ്ധം 2 ആഴ്ച തികയുമ്പോൾ റഷ്യ യുക്രൈൻ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ച നാളെ നടക്കും. റഷ്യ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ചർച്ചയാകാമെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പരാമർശം ശുഭസൂചകമെന്നാണ് വിലയിരുത്തൽ.
അതേസമയം ആളുകളെ ഒഴിപ്പിക്കുന്നതിന് ഇന്നും 5 നഗരങ്ങളിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. യുക്രൈനിൽ സർവനാശം വരുത്തിയുള്ള റഷ്യയുടെ സൈനിക നീക്കത്തിൽ ലോകമാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ ചർച്ച. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രി കുലേബയും നാളെ തുർക്കിയിലെ ആന്റലിയിലാണ് നേരിൽ കാണുക. നേരത്തെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ബെലാറൂസിൽ വെച്ച് 3 വട്ടം ചർച്ച നടത്തിയെങ്കിലും കാര്യമായ തീരുമാനങ്ങളുണ്ടായില്ല. നാളെ ചർച്ച നടക്കാനിരിക്കെ റഷ്യ മുന്നോട്ട് വെച്ച ഉപാധികൾ പരിഗണിക്കാമെന്ന സെലൻസ്കിയുടെ പ്രസ്താവനയും ശ്രദ്ധേയമായി. ക്രൈമിയ, വിമതമേഖല ഡോൺബാസിലെ 2 പ്രവിശ്യകൾ എന്നിവയിലെ റഷ്യൻ നിലപാട് അംഗീകരിക്കുക എന്നതാണ് റഷ്യയുടെ പ്രധാന ആവശ്യം. നാറ്റോയിലുള്ള വിശ്വാസം നഷ്ടമായെന്നും ഇനി അംഗമാകാൻ താൽപ്പര്യമില്ലെന്നും സെലൻസ്കി പറയുന്നു. യുക്രൈന് പോർവിമാനങ്ങൾ നൽകാനുള്ള പോളണ്ടിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്ക രംഗത്തെത്തി. അതേസമയം 5 യുക്രൈൻ നഗരങ്ങളിൽ ഒഴിപ്പിക്കലിനായി ഇന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുമിയിൽ ഇന്നലെ 5000-ഓളം പേരെയാണ് ഒഴിപ്പിച്ചത്. ഇതിനിടെ റഷ്യ പിടിച്ചെടുത്ത ചെർണോബിൽ ആണവ നിലയവുമായുള്ള ബന്ധം നഷ്ടമായെന്നും വലിയ ആശങ്കയുണ്ടെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. സേപ്രോസിയ ആണവ നിലയത്തിന്റെ നിയന്ത്രണവും പൂർണ്ണമായും റഷ്യയ്ക്കായി. വാർ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിലെ 10 നഗരങ്ങളിൽ വെടിനിർത്തൽ. ഖാർക്കിവ്, സുമി, ഇർപിൻ, മരിയുപോൾ, ഷെർണീവ്, ബോഴ്സൽ തുടങ്ങിയ നഗരങ്ങളിൽ കുടുങ്ങിയവരെ സെപ്രോസിയ അടക്കമുള്ള സുരക്ഷിത മേഖലകളിലേക്ക് മനുഷ്യത്വ ഇടനാഴി സ്ഥാപിച്ച് ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ സമയം രാത്രി 12:30 വരെയാണ് വെടിനിർത്തൽ. റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഗ്യാസ് ഇറക്കുമതി നിരോധിച്ചതിന് പിന്നാലെ ബദൽ മാർഗം തേടി അമേരിക്ക. ശത്രുപക്ഷത്തുള്ള വെനസ്വേലയുമായി എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക ധാരണയിലെത്തി. ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് അമേരിക്ക ശ്രമിക്കുന്നുവെങ്കിലും തണുത്ത പ്രതികരണമാണെന്നാണ് റിപ്പോർട്ട്. We're banning all imports of Russian oil and gas and energy. That means Russian oil will no longer be acceptable at U.S. ports, and the American people will deal another powerful blow to Putin's war machine. This is a move that has strong bipartisan support in the Congress and I believe in the country. അമേരിക്കയിലെ ആകെ പെട്രോളിയം ഇറക്കുമതിയിൽ 8% റഷ്യയിൽ നിന്നാണ്. ഇറക്കുമതി നിരോധനം പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ബദൽ മാർഗങ്ങൾ അമേരിക്ക തേടിയിരുന്നു. സാധ്യത തേടി അമേരിക്ക ആദ്യമെത്തിയത് ഹ്യൂഗോ ഷാബേസിന്റെ കാലം തൊട്ടേ ഉപരോധം പ്രഖ്യാപിച്ച വെനസ്വലയിൽ. അമേരിക്ക അംഗീകരിക്കാത്ത വെനസ്വലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുമായി ചർച്ച. എണ്ണ കമ്പനികൾക്ക് മേൽ പ്രഖ്യാപിച്ച ഉപരോധം ഒഴിവാക്കുന്നതടക്കമുള്ള വെനസ്വലയുടെ ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെ ദിവസം 8 ലക്ഷം ബാരലെന്ന എണ്ണ ഉൽപ്പാദനം 12 ലക്ഷം ബാരലാക്കി വെനസ്വല ഉയർത്തി. റഷ്യയെ പിന്തുണയ്ക്കുന്ന നിലപാടുള്ള വെനസ്വലയുമായുള്ള സഹകരണത്തിനെതിരെ അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുയരുന്നുണ്ട്. അമേരിക്കയിൽ പെട്രോൾ വില ഇപ്പോൾ റെക്കോർഡിലാണ്. വില ഗ്യാലന് $4 മുകളിലെത്തിയതോടെയാണ് തിരക്കിട്ട നീക്കം. സൗദിയും UAEയുമായി ബൈഡൻ നേരിട്ട് ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും തണുത്ത പ്രതികരണമാണെന്നാണ് വിവരം. ഇന്നലെയാണ് റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഗ്യാസ് ഇറക്കുമതിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം അവസാനത്തോടെ ബ്രിട്ടനും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വിലക്കേർപ്പെടുത്തും. എന്നാൽ കടുത്ത തീരുമാനങ്ങളിലേക്കില്ലെന്നാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതികരണം. വാർ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ എംബസിക്കും നന്ദി പറഞ്ഞ പാകിസ്ഥാൻ പെൺകുട്ടി. കീവിൽ കുടുങ്ങിയ അസ്മ ഷഫീഖ് എന്ന വിദ്യാർത്ഥിനി ഇപ്പോൾ പടിഞ്ഞാറൻ യുക്രൈനിലേക്കുള്ള യാത്രയിലാണ്. ബംഗ്ലാദേശ്, നേപ്പാൾ പൌരന്മാരെയും ഇന്ത്യൻ അധികൃതർ നേരത്തെ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. My name is Asma Shafiq and I'm from Pakistan. And I'm very thankful to the Indian Embassy of Kyiv for supporting us all the way here, as we were stuck in very difficult situations. And also thanking the Prime Minister of India, and thank you so much for supporting us, and hope we get home safely because of the Indian Embassy. യുക്രൈൻ ജനതയിൽ വലിയൊരു വിഭാഗം യാത്രയിലാണ്. തോളിൽ കൊള്ളുന്നത് മാത്രമെടുത്ത് കൊടും മഞ്ഞിലൂടെയുള്ള യാത്ര. സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരുമാണ് ഏറെയും. മെച്ചപ്പെട്ട ജീവിതം തേടിയല്ല, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പലായനം.
സംസ്ഥാനത്ത് രാവിലെ കുതിച്ചുയർന്ന സ്വർണ്ണവില ഉച്ചയോടെ കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 39,840 രൂപയിലെത്തി. ഗ്രാമിന് 90 രൂപയുടെ കുറവാണ് ഉച്ചയോടെ ഉണ്ടായത്. രൂപയുടെ മൂല്യത്തിലുണ്ടായ നേരിയ വർധനയാണ് സ്വർണ്ണവില കുറയാൻ കാരണം. രാവിലെ സ്വർണം പവന് 1040 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. ഇതോടെ പവന്റെ വില 40,560 രൂപയിലെത്തി. ഗ്രാമിന് 5,070 രൂപയായും വർദ്ധിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില കൂപ്പുകുത്തി. ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയും കുറഞ്ഞു. ഇതോടെ പവന്റെ വില 39,840 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 4,980 രൂപയുമായി. രാജ്യാന്തര വിപണിയിലെ വിലയിടിവാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. രാവിലത്തെ കുതിപ്പിനെ തുടർന്ന് വിപണി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. സ്വർണം വാങ്ങുന്നതിനേക്കാൾ വിൽക്കാനാണ് രാവിലെ ജ്വല്ലറികളിൽ കൂടുതൽ പേരെത്തിയത്. ഇന്നിപ്പോ ഞാൻ വന്നത് വിൽക്കാനാണ്. കാരണം നല്ല സമയമാണല്ലോ. പിന്നെ മലബാർ ഗോൾഡ് നിന്നാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഗോൾഡ് എടുത്തിട്ടുള്ളത്. സ്വർണം വില കുറഞ്ഞ സമയത്ത് വാങ്ങുകയും വില കൂടിയ സമയത്ത് വിൽക്കുകയും ചെയ്യാറുണ്ട് ഞാൻ. യുക്രൈൻ യുദ്ധത്തെ തുടർന്നുള്ള പ്രതിസന്ധി തന്നെയാണ് സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടത്തിന് കാരണം. ഇതിനു മുൻപ് 2020 ഓഗസ്റ്റ് 7-നാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില 40,000 കടന്നത്. അന്ന് 42,000 രൂപയായിരുന്നു പവന്റെ വില. സ്വർണ്ണവില താൽക്കാലികമായി കുറഞ്ഞെങ്കിലും വീണ്ടും കൂടുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. കുറച്ചും കൂടി വില വർധന വരാൻ സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 42,000 43,000 രൂപ വരെയൊക്കെ ഒരു പവനിലേക്ക് എത്തിപ്പോകാനുള്ള സാധ്യത ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. ഡീസൽ അടിക്കാൻ പണമില്ലാതെ കേരള പോലീസ്. പണം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുവദിച്ചില്ല. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പമ്പിൽ നിന്നും പോലീസിന് ഡീസൽ നൽകുന്നത് നിർത്തി. KSRTC പമ്പുകളിൽ നിന്നോ സ്വകാര്യ പമ്പുകളിൽ നിന്നോ ഡീസൽ കടം വാങ്ങണമെന്ന് DGP നിർദ്ദേശിച്ചു. തിരുവനന്തപുരം ജില്ലയിലാണ് പ്രതിസന്ധി രൂക്ഷം. ഇന്ധനം നൽകിയ വകയിൽ പെട്രോളിയം കമ്പനികൾക്ക് 2.5 കോടി രൂപ പോലീസ് നൽകാനുണ്ട്. കുടിശ്ശിക വന്നതോടെ ഇന്ധനം നൽകുന്നത് കമ്പനികൾ അവസാനിപ്പിച്ചു. പേരൂർക്കട SAP ക്യാമ്പിലെ പമ്പ് വഴിയുള്ള വിതരണം നിലച്ചു. KSRTC പമ്പുകളിൽ നിന്നോ സ്വകാര്യ പമ്പുകളിൽ നിന്നോ ഇന്ധനം കടം വാങ്ങണമെന്നാണ് DGPയുടെ നിർദ്ദേശം. KSRTC 45 ദിവസത്തേക്ക് കടം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തേക്ക് ഇന്ധനത്തിന് അനുവദിച്ച തുക കഴിഞ്ഞതോടെയാണ് സഹായം തേടി പോലീസ് സർക്കാരിനെ സമീപിച്ചത്. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ പണം അനുവദിക്കാൻ കഴിയില്ലെന്ന് കാട്ടി സർക്കാർ പോലീസിന്റെ ആവശ്യം നിരാകരിച്ചതായി കടം വാങ്ങാൻ നിർദ്ദേശിച്ചുള്ള DGPയുടെ കത്തിൽ പറയുന്നു. തിരുവനന്തപുരം സിറ്റി, റൂറൽ പോലീസുകൾക്കും ജില്ലയിലെ മറ്റ് എല്ലാ യൂണിറ്റുകൾക്കുമായാണ് DGPയുടെ നിർദ്ദേശം. ഇന്ധന പ്രതിസന്ധി ഉണ്ടെങ്കിലും ഔദ്യോഗിക കാര്യങ്ങൾ മുടങ്ങരുതെന്ന് കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. യൂണിറ്റ് മേധാവിമാർ അടിയന്തരമായി ബദൽ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച സംഭവത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിനെ വെട്ടിലാക്കി മുൻ ജോലിക്കാരൻ ദാസന്റെ മൊഴി. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ദിലീപും അഭിഭാഷകനും തടഞ്ഞുവെന്നാണ് ദാസന്റെ മൊഴി. ദിലീപിന്റെ ഫോണിലെ രേഖകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മുംബൈയിലെ ലാബുടമയുടെ നിർണായക മൊഴിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ഒന്നും പറയരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകർ വിലക്കിയെന്നാണ് മുൻ ജോലിക്കാരനായ ദാസന്റെ വെളിപ്പെടുത്തൽ. അഡ്വക്കേറ്റ് B. രാമൻപിള്ളയുടെ ഓഫീസിൽ വിളിച്ചുവരുത്തിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ദിലീപിന്റെ സഹോദരൻ അനൂപാണ് തന്നെ അഭിഭാഷകന്റെ അടുത്തെത്തിച്ചതെന്നും ദാസൻ മൊഴിയിൽ പറയുന്നു. ദിലീപിനെതിരായി വാർത്താസമ്മേളനം നടത്തും മുമ്പ് ഇക്കാര്യം വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ബാലചന്ദ്രകുമാർ അറിയിച്ചിരുന്നു. ദിലീപിനെ ഇക്കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഭയം മൂലം അറിയിച്ചില്ല. വാർത്താസമ്മേളനം ഒഴിവാക്കാൻ താൻ അഭ്യർത്ഥിച്ചതായും ദാസന്റെ മൊഴിയിലുണ്ട്. 2017 മുതൽ 2020 വരെ ദിലീപിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ദാസൻ. ഇക്കാലത്ത് നിരവധി തവണ ബാലചന്ദ്രകുമാർ ദിലീപിന്റെ വീട്ടിലെത്തിയിരുന്നതായും മൊഴിയിൽ പറയുന്നു. അതിനിടെ വധഗൂഢാലോചന കേസിൽ ഫോണിലെ തെളിവുകൾ നടൻ ദിലീപ് നശിപ്പിച്ചെന്നും കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കേസിൽ അന്വേഷണ സംഘം ലാബ് ഉടമയുടെ മൊഴിയെടുത്തു. 4 ഫോണിലെയും ചില ഫയലുകൾ നീക്കം ചെയ്തെന്ന് ഉടമ യോഗേന്ദ്ര യാദവ് മൊഴി നൽകി. ഒരു ഫോണിന് 75,000 രൂപ വീതം ചാർജ് ഈടാക്കി. ദിലീപിന്റെ അഭിഭാഷകർക്ക് ലാബ് പരിചയപ്പെടുത്തിയത് വിൻസെന്റ് എന്നയാളാണ്. ഇയാളെയും ചോദ്യം ചെയ്യും. ക്രൈംബ്രാഞ്ച് സത്യവാങ്മൂലത്തിൽ ദിലീപ് മറുപടി നൽകാൻ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് കോടതി 17ലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി.
ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടി. ലേല നടപടിയിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. സംസ്ഥാന സർക്കാരുകൾക്കോ സർക്കാർ അധീനതയിലുള്ള പൊതുമേഖലാ സംരംഭങ്ങൾക്കോ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ഓഹരി വിറ്റഴിക്കാൻ തീരുമാനിച്ചത്. ലേല നടപടിയിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാവുകയും സാധ്യത പരിശോധിക്കാൻ KSIDCയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നിലപാട്. സംസ്ഥാന സർക്കാരുകൾക്കോ സർക്കാർ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാന വ്യവസായ സെക്രട്ടറിയെ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഓഹരി വിറ്റഴിക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഥാപനത്തെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കേരളം നീക്കം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാനം പ്രതിഷേധം അറിയിക്കും. സമാന സാഹചര്യത്തിൽ സ്വകാര്യവൽക്കരിക്കാൻ നീക്കം തുടങ്ങിയ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേരത്തെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ ലേല നടപടികളിൽ സംസ്ഥാന സർക്കാരിന് പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്ര നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് വ്യക്തമാക്കിക്കൊണ്ട് നയപരമായ അഭിപ്രായം കത്തിൽ ഉൾക്കൊള്ളിക്കാനും ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന് ലേലത്തിൽ പങ്കെടുക്കാനാകില്ലെന്നറിയിച്ചുള്ള കത്ത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് നേരത്തെ മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയിരുന്നു. ഉണ്ടെങ്കിൽ പോലും കാരണം ആ കത്ത് നിയമപരമായി നിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ. കാരണം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതൊന്നും സംസ്ഥാന ഗവൺമെന്റ് ബാധകമല്ല. അപ്പോൾ ഞങ്ങൾ ബിഡിങ്ങിൽ തന്നെ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലുള്ള കമ്പനികളെല്ലാം ഏറ്റെടുക്കുന്നതിനായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടിയായിരിക്കും ബിഡിങ്ങിൽ പങ്കെടുക്കുക. വോട്ടെണ്ണൽ നാളെ. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ നാളെ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയിക്കാൻ ന്യൂസ് 18 വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഫലം കാണുമോ? രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ? വൻ അട്ടിമറികൾ സംഭവിക്കുമോ? ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. 40 സീറ്റുകളുള്ള ഗോവയുടെയും 60 സീറ്റുള്ള മണിപ്പൂരിന്റെയും ചിത്രം ഉച്ചയോടെ വ്യക്തമാകും. 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ ഫലം പൂർത്തിയാകാൻ കൂടുതൽ സമയമെടുക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ മുൻതൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. 2017 മണിപ്പൂരിലും ഗോവയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാനാകാതെ പോയ കോൺഗ്രസ് ഇത്തവണ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നേരിയ സീറ്റുകളുടെ കുറവുണ്ടായാൽ സഖ്യചർച്ചകൾ നടത്താൻ BJPയും കോൺഗ്രസും ഒരുപോലെ തന്ത്രം മെനയും. പഞ്ചാബിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഗോവയിലും ശക്തമായ സാന്നിധ്യമാണ് AAP പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി.